യാഗപീഠത്തിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിലെത്തി. ആ തീ വരുന്നതിന് തൊട്ടു മുമ്പ് അവിടെ കല്ലുകൾ ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ ചാലുണ്ടായിരുന്നു, പെരുമൃഗമുണ്ടായിരുന്നു. എന്നാൽ തീ ഇറങ്ങിയപ്പോഴോ അവിടെ അതൊന്നും കണ്ടില്ല. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം ദൈവം തരുന്നതാണ്. ദൈവം നമുക്ക് ലഭിക്കാൻ അത് അനുവദിക്കുകയാണ്. അങ്ങനെ ജോലി കിട്ടുന്നത് ദൈവം നമുക്ക് ആ നന്മ അനുവദിക്കുന്നുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അത് വന്ന്. നമ്മളൊക്കെ പറയും നമ്മുടെ അധ്വാനമാണ്. അല്ല, എല്ലാ കൃപയാലാണ്. ഹല്ലേലൂയ. കൈകളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവമേ. കൃപയാണ് എല്ലാം ഉത്ഭവിക്കുന്നത് കൃപയിൽ നിന്നാണ്. എല്ലാം സംഭവിക്കുന്നത് കൃപയാലാണ്. അത് കൃപ കൂടാതൊന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നില്ല. കൈകളടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകൾ, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. എല്ലാവരും ഇത് പാടുകയും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഒരിക്കൽ കൂടി പാടിക്കേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ശക്തിയോടെ ഒരിക്കൽ കൂടി. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഹല്ലേലൂയ. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെങ്കിൽ, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെങ്കിൽ, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെങ്കിൽ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന. എല്ലാവരും സന്തോഷത്തോടെ ഹല്ലേലൂയ, കൈകളടി ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന. താളത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹോശാന. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ,
അഭിഷേകം എന്ന ഗാനം പാടി ഈ കാലത്തിൽ ദൈവം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ആ ചലനത്തിൽ ചലിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടാകട്ടെ. കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ എല്ലാവർക്കും അറിയാവുന്ന ഈ ഗാനം പാടി പാടാം. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ പാടിക്കേ എല്ലാവരും. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ പാടിക്കേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടെ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മരിൽ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മരിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും ശക്തിയോടെ കൈയെടുത്ത് പാടിക്കേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിലെ ശുശ്രൂഷകൾ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നവചൈതന്യം ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഈ ദിനത്തിൽ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ. അങ്ങയുടെ പാതയിൽ, അങ്ങയുടെ വഴികളിൽ, അങ്ങയുടെ നന്മകളിൽ, അങ്ങയുടെ സൗഭാഗ്യ
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ശ്രദ്ധിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ്. ഓ, ആ പരിശുദ്ധാത്മാവിന്റെ ആ മന്ദമാരി, ആ ഇളങ്കാറ്റ്. ആ കാറ്റ്, ആ കാറ്റ്. ഓ ശബബബ, ഓ ശബബബ, ഓ ശബബബ. കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. ഓ ആ താളത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ജനത്തിന്റെ മേൽ അങ്ങയുടെ കാറ്റടിക്കും. ജനത്തിന്റെ മേൽ പരിവർത്തിച്ച, ജനത്തിന്റെ മേൽ പരിവർത്തിച്ച, രൂപരഹിതമായിരുന്ന ഭൂമിയുടെ മേൽ ചലിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭൂമിക്ക് രൂപമുണ്ടായതുപോലെ രൂപരഹിതമായ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ശുശ്രൂഷകളിൽ, രൂപരഹിതമായ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ നിന്റെ ചലനത്താൽ, ഓ നിന്റെ ക്രിയകളിലൂടെ, നിന്റെ ക്രമീകരണങ്ങളിലൂടെ, നിന്റെ ചലനത്തിലൂടെ, നിന്റെ മൂമെന്റ്സിലൂടെ എന്റെ ജീവിതം, എന്റെ ശുശ്രൂഷ, എന്റെ കുടുംബമെല്ലാം രൂപാന്തരപ്പെടട്ടെ. കാറ്റേ, ദൈവത്തിന്റെ കാറ്റേ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റേ, കാറ്റേ, സ്വർഗീയ കാറ്റേ. ഓ കാറ്റ്, ആ കാറ്റിന്റെ ചലനം നിറഞ്ഞേ, ആ കാറ്റിന്റെ ഒരു അനുഭൂതി. ജോബിന്റെ പുസ്തകം 4-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജോബ് പറയാണ്, ഒരു ആത്മാവെന്നെ സ്പർശിച്ച് കടന്നു പോയപ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ സ്പർശനത്താൽ, പരിശുദ്ധാത്മാവിന്റെ ചലനത്താൽ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്താൽ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്താൽ, പരിശുദ്ധാത്മാവിന്റെ ഉരസലിലൂടെ ഒരു കുളിരടിക്കുന്ന അനുഭവത്തിലേക്ക് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മാവ് കൊണ്ടുപോകട്ടെ. ആത്മനദിയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നദിയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നദിയിലൂടെ, ഒരു നദിയിലൂടെ മുക്കി പൊക്കിയെടുക്കുന്നത് പോലുള്ള ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, ഓ ആത്മനദിക്കകത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിച്ച് ആത്മനദിയുടെ അകത്ത് നിന്ന് ചിലത് അനുഭവിക്കുവാൻ, പ്രാപിച്ചെടുക്കുവാൻ, സ്വന്തമാക്കുവാൻ, വളർച്ച പ്രാപിക്കുവാൻ, ശുശ്രൂഷയുടെ പദവി അലങ്കരിക്കുവാൻ, വിശുദ്ധിയുടെ പദവി അലങ്കരിക്കുവാൻ, പ്രാർത്ഥനയുടെ പദവി അലങ്കരിക്കുവാൻ, നിത്യതയുടെ യോഗ്യത അലങ്കരിക്കുവാൻ, ഓ ആത്മനദിക്കകത്ത് വെച്ച് ചിലത് പ്രാപിക്കപ്പെടട്ടെ. സാധ്യതകളല്ല, സംഭവങ്ങളല്ല, നിന്റെ മുമ്പിൽ വേണ്ടത് വിശ്വാസമാണ്. നിന്റെ മുമ്പിൽ സാധ്യതയില്ല, എന്റെ മുമ്പിൽ വലിയ സംഭവമാണ്. പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പറയുന്നു, നിന്റെ സാധ്യതകളോ നിന്റെ സംഭവങ്ങളോ പരിശുദ്ധാത്മാവിനെ നയിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ നിന്നെ എടുത്തുയർത്തുവാൻ തടസ്സമേ അല്ല. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലത്താൽ അഥവാ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും, ഓ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്ന സ്നാപകനായ യേശുവിനെ നോക്കി സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ സ്നാനപ്പെടുത്തുന്നത് തണുത്ത സ്നാനമാ, ഒരു വെള്ളത്താലുള്ള സ്നാനമാ. എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ ചൂടുപിടിപ്പിക്കുന്ന സ്നാപകനാ. കാരണം അവൻ സ്നാനത്തിന് ഉപയോഗിക്കുന്ന വസ്തു വെള്ളമല്ല, തീയത്രേ. പരിശുദ്ധാത്മാവിന്റെ തീയിലൂടെ കടന്ന് പുറത്തു വരുന്നവരെ തൊടുവാൻ ലോകത്തിന്റെ അശുദ്ധിയുടെ അരൂപിക്ക് സാധിക്കുകയില്ല. പാവലോകത്തിന്, സാത്താന്യ ലോകത്തിന്
അഗ്നിയിലൂടെ കടന്നു വരുന്ന ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തെയോ കുടുംബത്തെയോ അവന്റെ വിശുദ്ധിയെയോ അവന്റെ ശുശ്രൂഷകളെയോ മരണിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ഒരു പൈശാചിക മണ്ഡലത്തെയോ അവന്റെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യരോട് സംഭവിക്കുന്ന നിയമക്കുരുക്കുകളോ ഒരു സാധ്യതകളോ അവനെ തടയുവാൻ സാധിക്കുകയില്ല. അതത്ര 2000 ചില്ലറ വർഷമായിട്ടും തിരുസഭ കർത്താവിന്റെ മണവാട്ടി സഭയായി ഈ പുപ്പരപ്പിൽ നിൽക്കുന്നതിന്റെ കാരണം അഗ്നിയുടെ അഭിഷേകം സഭാ ശുശ്രൂഷകളിൽ ദിവ്യ കാരുണ്യത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ തന്റെ ജനം സ്വീകരിക്കുന്നു. ദൈവം പണിതതിനെ സാത്താന് തൊടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശു പറയാണ്, മക്കളെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളെ നയിക്കുകയും മുൻപേ പോയി സ്ഥലമൊരുക്കുകയും പിന്നെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ആമേൻ. പ്രിയമുള്ളവരെ, യേശുവാണ് ഈ ഭൂമിയിൽ സഭ സ്ഥാപിച്ചത്. അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ അതാത് മാർപ്പാപ്പമാരെ അതാത് പിതാക്കന്മാരെ നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടി അതാത് വൈദികരെ ഇടവയ്ക്ക് വേണ്ടി അതാത് ശുശ്രൂഷകർ ഓരോ സ്ഥലത്തേക്കും ദൈവമാക്കി ഭൂമിയിൽ സഭയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ സഭ ഒരിക്കലും ഒരു വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും പിതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ളതല്ല. സഭ കർത്താവിന്റെ ശരീരമാണ്. ഓരോ നാടിനും ദൈവം ഓരോരുത്തരെ അതാത് ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുകയാണ്. ഇതാ സഭ നയിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ 2000 ചില്ലറ വർഷം പഴക്കമായിട്ടും സഭ ഓരോ ദിവസവും ആ മണവാട്ടി സഭ അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. ഈ സഭയുടെ മണവാളൻ ക്രിസ്തുവാ. അവനാണ് ഈ സഭയുടെ ശിരസ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താലും ദൈവരാജ്യത്തിന്റെ പണിക്കാരായ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയുടെയും നാവിന്റെയും രൂപത്തിൽ അവരുടെ മേൽ വന്നു നിന്നു. ആദ്യം വന്നത് ഒരു കാറ്റാണ്. ആ കാറ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം ആകാശത്തുണ്ടായി. ആകാശത്താണ് ഈ കാറ്റടിച്ചത്. ആ കാറ്റ് ദൈവപിതാവിന്റെ സംവിധാനത്തിൽ ദൈവപിതാവിന്റെ മഹത്വത്തെയാണ് ആ കാറ്റ് വർണ്ണിക്കുന്നത്. അഥവാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയാണ് ആ കാറ്റ് വർണ്ണിക്കുന്നത്. അതിന്റെ വിസ്തൃതിയെയാണ്. ആകാശം നിറഞ്ഞു നിൽക്കുന്ന ആ കാറ്റ്, ആത്മാന്തരീക്ഷത്തിന്റെ കാറ്റ് അപ്പോസ്തലന്മാരുടെ മാളിക മുറിയുടെ മുകളിൽ എത്തിയപ്പോൾ ആ ആത്മശക്തി അഥവാ പരിശുദ്ധാത്മാവ് ചെറുതായി 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 ഏറ്റവും ചെറുതായി ഒരു നാവിന്റെ മനുഷ്യന്റെ നാവിന്റെ സാദൃശ്യം ധരിച്ചു. അത് അപ്പോസ്തലന്മാരുടെ നാവിലേക്ക് പതിക്കുവാനായി പച്ച മാംസമായ നാവ് ഇവരുടെ പച്ച മാംസമായ നാവിൽ സ്പർശിക്കുക അസാധ്യമായതിനാൽ ഒരു തീയുടെ രൂപം ധരിച്ചിട്ട്, ഓ ഹല്ലേലൂയ, ഒരു തീയുടെ രൂപം ധരിച്ച്, ഓ ഹല്ലേലൂയ, ഒരു ഫയർ ബോഡി, ഒരു തീയുടെ ശരീരം, അതിന് ഒരു തീയുടെ ആകൃതി അതിന് ധരിച്ചിട്ട് ഒരു തീയുടെ ആ ടങ്സ്, ആ തീയുടെ നാവായി രൂപം മാറിയിട്ട് ആ തീയായ അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് വീണു. പിന്നെ അവരുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെല്ലാം തീയായി മാറി.
ഹല്ലേലൂയ. നമുക്കും ഇങ്ങനെ ആഗ്രഹിക്കാം, ഈ ആത്മീയ അഭിഷേകത്താൽ എന്നെ നയിക്കണമേ. ഓ അഗ്നി അഗ്നി അഗ്നി, എല്ലാവരും ആഗ്രഹിച്ചു കൊതിയോടെ ഓ അഗ്നിരഥത്തിന്മേ എന്നെ കൊണ്ടുപോകണമേ. അഗ്നിരഥത്തിന്മേൽ എന്നെ കൊണ്ടുപോകണമേ. എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിർത്തണമേ. ഓ അഗ്നിത്തേരിൽ എന്നെ വഹിക്കണമേ. അഗ്നിത്തേരിൽ എന്നെ വഹിക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകനെ ആത്മാവ് മുകളിലേക്ക് ഉയർത്തി 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 കൊണ്ടുപോകും. ഇതാ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ, ആ ഷണ്ഡനെ തേരിൽ വെച്ച് ഫിലിപ്പോസ് വചനം പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആ ശുശ്രൂഷ നിർവഹിച്ചതിന്റെ അവസാനം ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി ഷണ്ഡനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയതിനു ശേഷം ഇത് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഫിലിപ്പോസിനെ അസത്തോസിൽ കൊണ്ടുപോയി നിർത്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു ഫ്ലൈറ്റിൽ എന്നതുപോലെ, ഒരു വിമാനമാർഗത്തിലൂടെ എന്നതുപോലെ ഫിലിപ്പോസിനെ ആകാശമണ്ഡലത്തെ ഭേദിച്ച് ആകാശവിധാനത്തിലൂടെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ തിരുസഭ മാതാവിന്റെ മുലപ്പാൽ ശേഖരിക്കുന്ന നാം, മുലപ്പാൽ നുകരുന്ന നാം, തിരുസഭ മാതാവിലൂടെ പരിശുദ്ധാത്മാവിനെ ആവോളം കുടിച്ച് ആവോളം സ്വീകരിച്ച് ആവോളം നിറയുന്ന ഞാനും നീ പരിശുദ്ധാത്മാവിനാൽ എത്രയധികം എടുക്കപ്പെടണം, ഉയർത്തപ്പെടണം, ഉന്നമതി പ്രാപിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ചലനത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ചലനത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? സക്രിയ 2:5 പറയുന്നു, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഒരു അഗ്നി മതിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തീർക്കും. പിന്നെ ഒരശുദ്ധിക്കും അതിനെ ഭേദിച്ച് അകത്ത് കിടക്കാൻ കഴിയില്ല. ഏതെങ്കിലും അശുദ്ധി വന്നാൽ അത് കത്തിപ്പോകും. ഏത് പാപം വന്നാലും കത്തിപ്പോകും. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തകിടം മറിച്ചുകളെ തീ അവനെ കൊണ്ടു നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീയെ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വെളിപ്പെടുന്ന തീയെ, ഈ പരിശുദ്ധാത്മാവിന്റെ തീയെ, ഈശോയെ നീ ലൂക്കാ സുവിശേഷം 12:49 പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ തീയുണ്ട്. ആ തീ ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അങ്ങ് പകരണമേ. 400ഓളം കള്ളപ്രവാചകന്മാരുടെ നടുവിൽ ബലിപീഠമൊരുക്കിയ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോസ്തലന്മാർ പ്രാപിച്ച തീ ഇറങ്ങി വന്ന് ബലിപീഠത്തെയും ബലിവസ്തുവിനെയും ബലിമൃഗത്തെയും കത്തിച്ച് ചാരമാക്കിയ ആ രൂപാന്തരണത്തിന്റെ, ആ രൂപമാറ്റത്തിന്റെ ആ തീയുടെ അഭിഷേകം എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇറക്കണമേ. എന്റെ പ്രിയമുള്ളവരെ, ഏലിയ പ്രവാചകൻ ഒരുക്കിയ ആ യാഗപീഠത്തിലേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിലെ തീ, ആ തീ വരുന്നതിന് തൊട്ടു മുമ്പ് അവിടെ കല്ലുകൾ ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ ചാലുണ്ടായിരുന്നു, ബലിമൃഗമുണ്ടായിരുന്നു. എന്നാൽ തീ ഇറങ്ങിയപ്പോഴോ
അവിടെ അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് രൂപാന്തരീകരണം അല്ലെങ്കിൽ അതിന് രൂപമാറ്റം സംഭവിച്ചു. അതെല്ലാം ചാരമായി. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയാൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ രൂപമാറ്റം സംഭവിക്കും, ഭാവമാറ്റം സംഭവിക്കും. ശുശ്രൂഷയുടെ പദവി മാറും, ശുശ്രൂഷയുടെ രീതി മാറും, കൃപാവരങ്ങളുടെ ഉപയോഗത്തിന്റെ വ്യത്യസ്തതകൾ വെളിപ്പെടും. ഹല്ലേലൂയ. സംഖ്യ 14, സംഖ്യ 13:34, സംഖ്യ 13:34. കാലേബിന്റെ മേലുണ്ടായിരുന്ന ചൈതന്യം അത് വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഈ അഗ്നിയുടെ അഭിഷേകം ഇറങ്ങിയാൽ സംഖ്യാപുസ്തകം 11:23 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം മോശയുടെ മേലുണ്ടായിരുന്ന അഭിഷേകം എടുത്ത് 70 പേരുടെ മേലേക്ക് അയക്കുമ്പോൾ ഈ കാലേബ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ 13-ാം അധ്യായം 34 തിരുവചനത്തിലെത്തുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കാലേബ്, അവനിൽ വെളിപ്പെട്ട അഭിഷേകം, അവനിൽ വെളിപ്പെട്ട ദൈവചൈതന്യം വ്യത്യസ്തതയുള്ളതായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ഉന്നമതി പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ശുശ്രൂഷയുടെ വ്യക്തമായി നീ ഞാനും തീരണമെങ്കിൽ, ശക്തിയുടെ ഒരു ശുശ്രൂഷ സഭയുടെ ഉടനീളം സംഭവിക്കണമെങ്കിൽ, ഒരു വ്യത്യസ്ത ചൈതന്യം, ഒരളവറ്റ അഭിഷേകം, നിയന്ത്രിക്കാനാകാത്ത നദിയുടെ പ്രവാഹം പോലെയുള്ള ഒരു ആത്മനദിയുടെ ശക്തി സഭയുടെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ചലിക്കുന്ന ഈ നാളിൽ ഞാനത് പ്രാപിക്കണം, നിങ്ങളത് പ്രാപിക്കണം. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യമേകാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് എന്നെ എന്നതുപോലെ നിന്നെയും നിന്റെ തലമുറയെയും സഭയിലെ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെയും അപാലവൃത്ത ജനങ്ങളെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ പോവുക. ജാതികളുടെ ഇടയിലേക്ക്, പാപികളുടെ ഇടയിലേക്ക്, തകർക്കപ്പെട്ടവരുടെ ഇടയിലേക്ക്, വഴിതെറ്റിയവരുടെ ഇടയിലേക്ക്, ജീവിതം വഴിമുട്ടിപ്പോയവരുടെ ജീവിതത്തിലേക്ക് നീ ഒരു അത്ഭുത പ്രവാഹകനായി, ഒരു അത്ഭുത പ്രവർത്തകനായി, ഒരു അത്ഭുതത്തിന്റെ വ്യക്താവായി, അത്ഭുതത്തെ ചെയ്യുന്നവനായി, ദേശത്ത് യേശുവിനെ കൊടുക്കുന്നവനായി നീ പോവുക. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യമേകാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് എന്നെ എന്നതുപോലെ നിന്നെയും നിന്റെ തലമുറയെയും സഭയിലെ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെയും അപാലവൃത്ത ജനങ്ങളെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ പോവുക. ജാതികളുടെ ഇടയിലേക്ക്, പാപികളുടെ ഇടയിലേക്ക്, തകർക്കപ്പെട്ടവരുടെ ഇടയിലേക്ക്, വഴിതെറ്റിയവരുടെ ഇടയിലേക്ക്, ജീവിതം വഴിമുട്ടിപ്പോയവരുടെ ജീവിതത്തിലേക്ക് നീ ഒരു അത്ഭുത പ്രവാഹകനായി, ഒരു അത്ഭുത പ്രവർത്തകനായി, ഒരു അത്ഭുതത്തിന്റെ വ്യക്താവായി, അത്ഭുതത്തെ ചെയ്യുന്നവനായി, ദേശത്ത് യേശുവിനെ കൊടുക്കുന്നവനായി നീ പോവുക. എല്ലാവരും സ്തുതിച്ച് ഈ അഭിഷേകം എല്ലാവരുടെ മേലും സഭയുടെ ഉടനീളം ഈ അഗ്നിയുടെ കാറ്റടിക്കട്ടെ. സഭ ഒരിക്കലും ലൗകികമാകരുത്, സഭയിൽ ഒരിക്കലും ലോകത്തിന്റെ ഒന്നും ഉണ്ടാകരുത്. സഭ ലോകത്തിലാണെങ്കിലും സഭയിൽ ലോകമില്ല. സഭ ലോകത്തിലാണെങ്കിലും ലോകത്തിലൊന്നും സഭയിലില്ല, ഉണ്ടാകാൻ പാടില്ല. ഓ, സഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിൽ, വെളിപാട് പുസ്തകം 3-ലും 5-ലും 2-ലും പല തവണയായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ശബ്ദം എങ്ങനെയാണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, കേട്ടോ, ആത്മാവ് അവൻ നേടിയെടുത്ത പരിശുദ്ധാത്മാവിനാൽ ആക്കി വെച്ചിരിക്കുന്ന യേശു തന്റെ തിരുശരീരം കൊണ്ട് നേടിയെടുത്ത അവിടുത്തെ സഭ, ആ യേശുവിന്റെ സഭ, എന്നെ നിങ്ങളുടെയല്ല.
ഒരു വ്യക്തിയുടെയല്ല, യേശു തന്റെ രക്തം ഊറ്റിക്കൊടുത്ത് വിലക്ക് വാങ്ങിയ ശരീരമായ സഭ, അവന്റെ സഭ, അവന്റെ സഭയോട് അവന്റെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കുക എന്ന അമ്മ മാതാവ് അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയല്ലേ, മക്കളെ, സഭ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുക. സഭയാണ് ഭൂമിയിലെ കർത്താവ് പണിതുയർത്തിയ സ്വർഗം. തന്റെ പരിശുദ്ധാത്മാവിനാൽ സഭ അങ്ങനെ തന്നെ പവിത്രീകരിക്കപ്പെട്ടും അങ്ങനെ തന്നെ വിശുദ്ധമായും അങ്ങനെ തന്നെ ഉയർന്നു നിൽക്കുന്നതാണ് കർത്താവിന്റെ സഭ. ഇത് കർത്താവ് വിലയ്ക്ക് വാങ്ങിയത. ഏതെങ്കിലും അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി അകൃത്യം ചെയ്താൽ, ഏതെങ്കിലും ഒരു വൈദികനോ അങ്ങനെ ആരെങ്കിലുമോ എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അവനെ കർത്താവ് തള്ളിക്കളയും. സഭ മാതാവിനൊന്നും സംഭവിക്കില്ല. സഭ അതിൽ തന്നെ പവിത്രമാണ്. സഭ അതിൽ തന്നെ വിശുദ്ധമാണ്. ഹല്ലേലൂയ. സാർവത്രിക സഭയുടെ ഉന്നതിക്കും ഉണർവിനും അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ മഹത്വത്തിനു വേണ്ടി നീ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നീ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. തിരുസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. നീ തിരുസഭയിൽ അംഗമാണെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗമാണ്. നീ തിരുസഭയിലെ ഒരു സമർപ്പിത ജീവിതക്കാരനാണെങ്കിൽ, ഒരു വന്യ വൈദികനാണെങ്കിൽ, അഭിയുന്ന പിതാക്കന്മാരാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, യേശുവിന്റെ ശരീരത്തെ പടുത്തുയർത്തുന്ന ജീവിതങ്ങളാണ്, അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. തിരുസഭ മാതാവിന്റെ ശരീരം എന്നത് യേശുവിന്റെ ശരീരമാണ്. തിരുസഭ യേശുവിന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലില്ല എന്ന് പറഞ്ഞാൽ തിരുസഭയിലൂടെ അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ആരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ഇത് തിരുസഭയ്ക്ക് നൽകപ്പെട്ടതാണ്. എന്ത്? ഈ സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരുടെ ഈ പാർപ്പിടമായ ഈ സഭ, ഈ തിരുസഭയാകുന്ന ശരീരം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിനോട് പറഞ്ഞ, പത്രോസേ നീ പാറയാണ്, പത്രോസേ നിനക്ക് ഞാൻ സ്വർഗത്തിന്റെ താക്കോൽ തരുന്നു. ഈ പ്രിയമുള്ളവരെ, ഈ പാറയാകുന്ന തിരുസഭയിലൂടെ, പത്രോസിലൂടെ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലൂടെ തിരുസഭ ഇന്നും സ്വർഗത്തിലേക്ക് യാത്രക്കാരുമായി യാത്ര പോവുകയാണ്. ഈ സഭ സഞ്ചരിക്കുകയാണ്. സഭ ഒരിക്കലും സ്ഥാപനവൽക്കരിക്കപ്പെട്ട് എവിടെയോ നിൽക്കുന്ന അല്ല സഭ. സഭയൊന്നേക്ക് സ്വർഗത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന, സഞ്ചരിക്കുന്ന കപ്പലാണ് തിരുസഭ. സഭയെ സ്നേഹിക്കണം, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലെ ഇടയന്മാർ അവർ കർത്താവിന്റെ തുല്യരാ, അവർ കർത്താവിന്റെ പകരക്കാരാ. അവരെ നമ്മൾ മാനിക്കണം, അവരുടെ ചില ശുശ്രൂഷകൾ സ്വീകരിക്കണം, അവർക്ക് കീഴ്പ്പെടണം. അത് കർത്താവിന് കീഴ്പ്പെടുന്നതിന് തുല്യമാ. ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ, ആരെങ്കിലും അതിന് വിട്ടാൽ, ആരെങ്കിലും തിന്മ നിരൂപിക്കുകയോ തിന്മ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ആ വ്യക്തിക്കുള്ള ശിക്ഷ സ്വർഗം നടപ്പിലാക്കും. അതുകൊണ്ട് തിരുസഭയ്ക്ക് കളങ്കമുണ്ടാകുന്നില്ല, അത് വ്യക്തിയെ സംബന്ധിക്കുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കുടുംബത്തിൽ അംഗമാ. എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു അംഗം മാത്രമാ. ഞാനല്ലാതെ കുടുംബം, ഞാനും കൂടിയുള്ള അംഗമാണ് കുടുംബം എന്നതുപോലെ മാത്രമാണ് ഇതെല്ലാം. അതുകൊണ്ട് ആരും നോക്കി തിരുസഭയുടെ നേരെ വിരൽ ചൂണ്ടരുത്. അങ്ങനെ ചൂണ്ടിയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെതിരാണ് നിങ്ങൾ കൈവിരൽ ചൂണ്ടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, തിരുസഭയെ സ്നേഹിക്കണം. സഭയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവവചന ശുശ്രൂഷയില്ല. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ഈ ആത്മനദിയുടെ പ്രവാഹമുള്ളത് തിരുസഭയിലാണ്. തിരുസഭയുടെ കുദാശകളിൽ, തിരുസഭയുടെ വചന ശുശ്രൂഷകളിൽ, തിരുസഭയുടെ എല്ലാ ഏരിയകളിലും ഈ ആത്മപ്രവാഹമുണ്ട്. ഇത് അനുഭവിക്കുന്ന തിരുസഭയിൽ ശുശ്രൂഷകനായി ദൈവം നിയോഗിച്ച വ്യക്തി ഇത് അനുഭവിച്ച് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ
ഉന്നതി പ്രാപിക്കും, നിത്യതയിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.